എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിലും ശിവശങ്കറിന്റെ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കും. കസ്റ്റഡിയിലെടുത്ത 60 ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലാത്തതിനാൽ സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട് എന്നാണ് ശിവശങ്കറിന്റെ ഹർജിയിൽ പറയുന്നത്. ശ്രീനാഥ് ചേരുകയാണ് വിവരങ്ങളുമായി. ശ്രീനാഥ്, എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ അദ്ദേഹം ഹർജിയിൽ പറയുന്നത്? ഈ 60 ദിവസം കഴിഞ്ഞു കസ്റ്റഡിയിലെടുത്തിട്ട് ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാത്തൊരു സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ലല്ലു, കസ്റ്റംസ് കേസിലും ED കേസിലും ഇന്ന് ജാമ്യ ഹർജി, ശിവശങ്കറിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നുണ്ട്. രണ്ടിലും സ്വാഭാവിക ജാമ്യത്തിന് തനിക്ക് അർഹതയുണ്ട് എന്നുള്ളതാണ് ശിവശങ്കറിന്റെ വാദം. കസ്റ്റംസ് കേസിൽ അദ്ദേഹം പറയുന്നത് കുറ്റപത്രം സമർപ്പിച്ച 60 ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കും. കുറ്റപത്രം തന്നെ കസ്റ്റഡിയിലെടുത്ത 60 ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ കുറ്റപത്രം ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട് എന്നുള്ളതാണ് ശിവശങ്കറിന്റെ വാദം. ഇത് ഒരുപക്ഷെ നിയമപരമായി തന്നെ നിലനിൽക്കുന്ന ഒരു വാദമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള സാധ്യത ഏറെയാണ് കസ്റ്റംസ് കേസിൽ. പക്ഷേ ED കേസിൽ അദ്ദേഹം പറയുന്നത് സർക്കാരിന്റെ പ്രോസിക്യൂഷൻ അനുമതി ഇല്ലാതെയാണ് ED കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ കുറ്റപത്രം അപൂർണമാണ്. അതുകൊണ്ട് തനിക്ക് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. പക്ഷേ ED പറയുന്നത് സാമ്പത്തിക കുറ്റാന്വേഷണ കേസുകളിൽ ഒരു തരത്തിലും ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ അനുമതി ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മുൻ നിലപാടോ അല്ലെങ്കിൽ മുൻപ് അങ്ങനെ ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പ്രോസിക്യൂഷൻ അനുമതി ആവശ്യമില്ല എന്നൊരു നിലപാടാണ് ED സ്വീകരിച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ അദ്ദേഹത്തിന്റെ വാദം ഇന്ന് കോടതി മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യും. സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട് എന്ന് അദ്ദേഹം ഹർജികളിൽ വാദിക്കുന്നുണ്ട്. കോടതി ഇന്ന് പരിഗണിക്കുന്നു. ശ്രീനാഥ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ കസ്റ്റംസ് കേസിൽ ഈ 60 ദിവസമായി കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ ജാമ്യം സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ഏതായാലും കോടതിയാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. നമുക്ക് അന്തർദേശീയ വാർത്തകൾ നോക്കി വരാം. നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയെ നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും പുറത്താക്കി. നേരത്തെ പാർട്ടി ചെയർമാൻ സ്ഥാനത്ത് നിന്നും ഒലിയെ മാറ്റി നിർത്തിയിരുന്നു. മുൻ പ്രധാനമന്ത്രിമാരായ പ്രചണ്ഡയും മാധവ് കുമാർ നേപ്പാളുമാണ് നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെയർമാൻ പദവി പങ്കിടുന്നത്. പ്രചണ്ഡയുമായുള്ള ഭിന്നതയെ തുടർന്ന് പാർലമെന്റ് പിരിച്ചുവിടാൻ KP ശർമ്മ ഒലി ഡിസംബറിൽ തീരുമാനമെടുത്തിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ എന്ന തന്റെ പഴയ പാർട്ടി പുനരുജ്ജീവിപ്പിക്കാനാണ് ഒലിയുടെ നീക്കം. 2018 ഒലിയുടെയും പ്രചണ്ഡയുടെയും പാർട്ടികൾ ലയിച്ചത്. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാനുള്ള കൂട്ടായ്മയായ പാരീസ് ഉടമ്പടിയിൽ അമേരിക്ക ഇന്ന് വീണ്ടും ഭാഗമാകും. ഉടമ്പടിയിൽ നിന്നും പിന്മാറിയ ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ ജോ ബൈഡൻ തിരുത്തിയിരുന്നു. ആഗോളതാപന തോത് 2 ഡിഗ്രിയിൽ താഴെ നിലനിർത്താനടക്കമുള്ള തീരുമാനങ്ങളോടെയാണ് 2015 പാരീസ് ഉടമ്പടി നിലവിൽ വന്നത്. 196 രാജ്യങ്ങളാണ് കരാറിന്റെ ഭാഗമായത്. ഇസ്രായേലിലെ ടെൽ അവീവിൽ എംബസി സ്ഥാപിക്കുമെന്ന UAE. ഇന്നലെ ചേർന്ന UAE ക്യാബിനറ്റാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. അമേരിക്കൻ മധ്യസ്ഥതയിൽ ഓഗസ്റ്റിലാണ് നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചുള്ള അബ്രഹാം കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടത്. പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിച്ചിരുന്നു. ജെറുസലേമാണ് തലസ്ഥാനമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഉടൻ ടെൽ അവീവിലാണ് UAE എംബസി സ്ഥാപിക്കുന്നതെന്നാണ് ശ്രദ്ധേയം. പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയുടെ അറസ്റ്റിനെതിരെ റഷ്യയിൽ പ്രതിഷേധം ശക്തിപ്പെടുന്നു. മോസ്കോയിൽ നടന്ന പ്രതിഷേധ മാർച്ചിൽ 10,000-കണക്കിന് ആളുകൾ അണിനിരന്നു. 4,000-ഓളം പേർ അറസ്റ്റിലായി. 100-ലേറെ നഗരങ്ങളിലും പ്രതിഷേധങ്ങൾ അരങ്ങേറി. വിഷബാധയേറ്റ് ജർമ്മനിയിൽ ചികിത്സയിലായിരുന്ന നവൽനി റഷ്യയിൽ തിരിച്ചെത്തിയതിന് പിന്നാലെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പുടിൻ ഭരണകൂടത്തിന്റെ നടപടിക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധം ഉയരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ആ വാർത്തയിലേക്കാണ്. സസ്യ ബുക്ക്. ഒരുപാട് പേര് എന്താണ് സസ്യ ബുക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു സംശയം. നമുക്ക് അതിൻ്റെ എന്താണ് സംഭവം എന്ന് പ്രേക്ഷകരോട് പറയാം. സസ്യങ്ങളിലെ ഇതിഹാസങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കണ്ണൂർ ഉദയഗിരി താമ്പോറയിലെ യുവ കർഷകൻ പറഞ്ഞു തരും. ആള് സംസ്ഥാന കർഷകോത്മക അവാർഡ് ജേതാവാണ്. പേര് PB അനീഷ്. ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദമെടുത്താണ് കൃഷിഭൂമിയിൽ കനകം വിളയിക്കാൻ ഈ 40-കാരൻ ഇറങ്ങിയിരിക്കുന്നത്. ശ്രീനിയാലക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അങ്ങ് തിരുവനന്തപുരത്ത് കൃഷിവകുപ്പ് മന്ത്രി മികച്ച കർഷകനുള്ള പരമോന്നത ബഹുമതി പ്രഖ്യാപിക്കുമ്പോൾ താബോറിലെ കുന്നിൻ ചെലവിലുള്ള കൃഷിയിടത്തിൽ വിളകൾക്ക് വളമിടുന്ന തിരക്കിലായിരുന്നു അനീഷ്. വീടും കൃഷിയിടവും മാത്രമായി ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന അനീഷിനെ ഉദയഗിരി കൃഷിഭവൻ ജീവനക്കാരാണ് മുൻനിരയിലേക്ക് എത്തിച്ചത്. ശരിക്ക് എന്നെ വെളിച്ചം കാണിച്ചത് ഉദയഗിരി കൃഷി വകുപ്പാണ്.
അതായത് ഞാൻ പുറംലോകം കാണാതിരുന്നൊരു വ്യക്തിയായിരുന്നു. എന്നെ വന്ന് തപ്പി കണ്ടുപിടിച്ച് എന്നെ പുറത്തേക്ക് തുറന്നു വിട്ടത് ഇവരാണ്. അപ്പോൾ ഈ അവാർഡിന് കൊടുത്തതും അതിന് പ്രേരിപ്പിച്ചതും എല്ലാം പുതിയ കൃഷി ഓഫീസർമാരാണ്. അപ്പോൾ അവരോടാണ് ഞാൻ ഏറ്റവും അധികം നന്ദി പറയുന്നത്. അവർ ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് പോലും ഒരു ലോകം അറിയില്ലായിരുന്നു. സ്വന്തമായി വികസിപ്പിച്ചെടുത്ത കൃഷിരീതികളും വിപണന മുറകളുമാണ് മറ്റുള്ളവരിൽ നിന്നും അനീഷിനെ വ്യത്യസ്തനാക്കുന്നതെന്ന് കൃഷിവകുപ്പ് അധികൃതർ. അനീഷിൻ്റെതായിട്ടുള്ള പ്രത്യേക കൃഷിരീതികളും വിപണന മുറകളും അനീഷിൻ്റെതായിട്ട് തന്നെ അനീഷ് രൂപപ്പെടുത്തിയെടുത്തത്. താബോർ പള്ളിക്ക് സമീപത്തുള്ള 5 ഏക്കർ കൃഷിയിടത്തിൽ നാണ്യവിളകളും ഭക്ഷ്യവിളകളും പഴവർഗ്ഗങ്ങളും വിളഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ അതിനു പിന്നിലുള്ള പ്രയത്നം കണ്ടറിയേണ്ടത് തന്നെയാണ്. ചെറുതും വലുതുമായ വിവിധ ഇനത്തിലുള്ള 300ഓളം ജാതിമരങ്ങൾ, ഇന്ത്യനും വിദേശിയുമായ 25ഓളം ഗ്രാമ്പു ചെടികൾ, രാഗഗംഗയും ടീൻറ്റുടിയും ചെന്തെങ്ങും നാടനുമടക്കം ഒട്ടേറെ കൽപ്പവൃക്ഷങ്ങൾ. അവയ്ക്കിടയിൽ ഇടവിളയായി കൊക്കോയും കുരുമുളകും കാപ്പിയും. വനറാണി ഇനത്തിൽപ്പെട്ട ഏലം കൃഷിയിടത്തിന്റെ അരികുകളിൽ മതിലുകൾ തീർത്ത് തലയുയർത്തി നിൽക്കുന്നു. കാർഷിക മേഖലയെപ്പോലെ വരുമാനമുണ്ടാക്കാൻ പറ്റിയ മറ്റൊരു മേഖല വേറെയില്ലെന്നാണ് അനീഷിന്റെ പക്ഷം. കാർഷിക മേഖലയുടെ അത്രയും വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മേഖല ആരോട് വേണമെങ്കിലും ഞാൻ പറയാം ഇല്ല എന്ന്. ആത്മാർത്ഥമായിട്ട് കൃഷി ചെയ്ത് വിപണന തന്ത്രം, കൃഷിയിലൊരു തന്ത്രമുണ്ട്. ആ തന്ത്രം പ്രയോഗിച്ച് കൃഷിയെ സ്നേഹിക്കുകയും ചെയ്യും. ആ ഒരു തന്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത്രയും വരുമാനം ഉണ്ടാക്കാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കൊണ്ട് പറ്റിയ. മനുഷ്യരിലും ജീവികളിലും ഉള്ളതുപോലെ സസ്യങ്ങളിലും ഇതിഹാസങ്ങളുണ്ട്. അവയെ തേടിപ്പിടിക്കുന്നിടത്തു നിന്നാണ് ഒരു കർഷകൻ വിജയിക്കുന്നത്. ഞാൻ ചെയ്യുന്ന എൻ്റെ കൃഷിയിലെ വിജയം എന്ന് പറഞ്ഞാൽ മനുഷ്യരിലെ മനുഷ്യരെ പോലെ ഇതിഹാസങ്ങളുണ്ട്. ഈ സസ്യങ്ങളിലും മൃഗങ്ങളിലും ഉണ്ട്. അതിൽ ഈ സസ്യങ്ങളിലെ ഇതിഹാസങ്ങളെ കണ്ടുപിടിച്ച്, അതായത് അതിൽ മാക്സിമം ഉൽപ്പാദനം തരുന്ന ചെടികളെ കണ്ടുപിടിച്ച് അതിനെ മാത്രം പറമ്പിൽ കൊണ്ടുവന്ന് കൃഷി ചെയ്ത് മാക്സിമം ഉൽപ്പാദനം നേടി വിജയത്തിലെത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. 30 ഇനം പഴവർഗ്ഗങ്ങൾ ഇവിടെ വിളയുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആരും അതിശയപ്പെടേണ്ടതില്ല. പുലാസൻ, ലിച്ചി തുടങ്ങി കേരളീയർക്ക് വലിയ പരിചിതമില്ലാത്ത ഒട്ടേറെ ഫലങ്ങൾ. ഒരു മത്തങ്ങയ്ക്ക് 1000 രൂപയും ഒരു പയറിന് 40 രൂപയും ലഭിക്കുന്നതിന്റെ രഹസ്യം അനീഷ് തന്നെ പറയുന്നു. നല്ല പൈസക്കാണ് ഈ വിത്ത് കൊടുക്കുന്നത്. അതായത് ഒരു പാവയ്ക്കാക്ക് ഒരു 5 രൂപയ്ക്കാണ് കൊടുക്കുന്നത്, ഒരു പയറുമണി 2 രൂപ, ഒരു മത്തങ്ങയ്ക്ക് ഒരു 4 രൂപ 5 രൂപ, ആ റേറ്റിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു മത്തങ്ങയ്ക്കകത്ത് 200 സംതിങ് കുരുണ്ട്. 220 കുരു ഒരു 4 രൂപ വെച്ചോ 5 രൂപ വെച്ചോ നിങ്ങൾ കൂട്ടിയാൽ 1000 രൂപയായില്ലേ ഒരു മത്തങ്ങ. ഒരു മത്തങ്ങ തൂക്കി കൊടുത്താൽ എത്ര പൈസ കിട്ടും? അതേപോലെ 1 കിലോ പയറിന് 40 രൂപയല്ലേ? ഒരു പയറിന് 40 രൂപ കിട്ടും. അത് പയറ് 20 മണിയുണ്ട് ഒരു പയറിന്. 2 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ എത്രയായി? 40 രൂപയായില്ലേ? ആ വിത്ത് നല്ലതായിരിക്കണം. കാരണം ഞാനിപ്പോൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് മുളയ്ക്കുന്നതായിരിക്കണം, നല്ല ഉൽപ്പാദനം തരുന്നതായിരിക്കണം. പശുക്കളും കോഴികളും വാത്തകളും വീടിനോട് ചേർന്ന കൂടുകളിൽ സുഖലോലുപരായി ഉല്ലസിച്ചു നടക്കുന്നു. ജലസേചനത്തിനായി ഒരിക്കലും പറ്റാത്ത കുളം തന്നെ അനീഷ് നിർമ്മിച്ചിട്ടുണ്ട്. കിണറിൽ നിന്നും പമ്പ് ചെയ്യാതെ വീട്ടിലേക്ക് നേരിട്ട് വെള്ളം എത്തിക്കുന്നതിനാണ് കൃഷിയിടത്തിന്റെ മുകൾ ഭാഗത്ത് അനീഷ് തുരങ്കം നിർമ്മിച്ചത്. ഏതെങ്കിലും സാഹചര്യത്തിൽ വരൾച്ച വരികയാണെങ്കിലും അനീഷിന് ആശങ്കയില്ല. 7 ലക്ഷം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന കൂറ്റൻ ജലസംഭരണിയാണ് മുൻകരുതൽ എന്ന നിലയിൽ നിർമ്മിച്ചിരിക്കുന്നത്. കാസർഗോഡ് കുള്ളൻ പശുക്കളെ വളർത്തുന്നത് മൂത്രത്തിനും ചാണകത്തിനുമായാണെന്ന് പറയുമ്പോൾ ആരും മൂക്കത്ത് വിരൽ വെക്കേണ്ട. 5 വർഷം പഴക്കമുള്ള ഗോമൂത്രം വരെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. കൃത്യമായ അളവിൽ ചാണകവും ഗോമൂത്രവും ചേർത്ത് നിർമ്മിക്കുന്ന ജീവാമൃതമാണ് കൃഷിയിടത്തിലെ പ്രധാന ജൈവ സമ്പത്ത്. അച്ഛൻ ബേബിയും ഭാര്യ ട്രീസയും പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ടെങ്കിലും അമ്മ മേരിയാണ് തന്റെ മാതൃകയെന്ന് അനീഷ് പറയുന്നു. 2030 ആകുന്നതോടെ സംസ്ഥാന കൃഷിവകുപ്പിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന നേട്ടം കൈവരിക്കാനുള്ള ശ്രമത്തിലാണ് ഈ യുവ കർഷകൻ. ന്യൂസ് 18 ഉദയഗിരി. പുരസ്കാര നിറവിൽ കുറെ ചെടികളും പൂക്കളും പിന്നെ ഷീജ എന്ന ഉദ്യാന പാലകയും. വാർത്താ ഇടവേളയ്ക്ക് ശേഷം. പറഞ്ഞ് വലിച്ചെറിയുന്നതെന്തും ഇടുക്കി നെടുങ്കണ്ടം സ്വദേശി മോഹനന്റെ കരസ്പർശമേറ്റാൽ മനോഹരങ്ങളായ കരകൗശല വസ്തുക്കളായി മാറും. മോഹനന്റെ കരവിരുതിലെ ചില വിസ്മയ കാഴ്ചകൾ ഒന്ന് കാണാം.
പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതൊന്നും പാഴ്വസ്തുക്കളല്ലെന്നാണ് ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിയായ മോഹനൻ എന്ന കലാകാരന്റെ പക്ഷം. ഉണക്കത്തേങ്ങയും ചുള്ളിക്കമ്പുകളും മരവേരുകളുമെല്ലാം മനോഹര ശില്പങ്ങളും കരകൗശല വസ്തുക്കളുമായി മാറുമ്പോൾ ആവശ്യക്കാരായി എത്തുന്നത് വിദേശികളടക്കമുള്ള വിനോദസഞ്ചാരികളാണ്. മുനിവരിയനും ഗണപതിയും ഹട്ടും പാമ്പും കിളിക്കൂടും പാത്രങ്ങളും കുരങ്ങന്മാരുമൊക്കെയായി രൂപമാറ്റം സംഭവിക്കുന്ന കരകൗശല വസ്തുക്കൾക്ക് ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വൻ ഡിമാൻഡാണ്. ഒരു ദിവസം 10ഓളം കരകൗശല വസ്തുക്കൾ ഇദ്ദേഹം ഒരുക്കും. പോളിഷ് ചെയ്ത് മിനുക്കാതെ നിർമ്മിച്ച രീതിയിൽ തന്നെ വിപണിയിൽ എത്തിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. മൂന്നാറിലും തേക്കടിയിലും വാഗമണ്ണിലുമൊക്കെ കച്ചവട സ്ഥാപനങ്ങളിൽ സഞ്ചാരികളെ പ്രതീക്ഷിച്ചൊരുങ്ങിയിരിക്കുന്ന കുരങ്ങന്മാരും ഹട്ടുമൊക്കെ ഇദ്ദേഹത്തിന്റെ നിർമ്മിതിയാണ്. കോവിഡ് പ്രതിസന്ധിയിൽ നിന്ന് ടൂറിസം മേഖല കരകയറിയതോടെ ഈ മേഖലയെ ആശ്രയിച്ച് ഉപജീവനം നടത്തിയിരുന്ന ആയിരക്കണക്കിന് ആളുകൾ പ്രതീക്ഷയിലാണെന്ന് മോഹനൻ പറയുന്നു. വേസ്റ്റ് സാധനത്തിൽ ആണ് കൂടുതലും ചെയ്യുന്നത്. വേസ്റ്റ് സാധനം എന്ന് പറയുമ്പോഴത്തേക്കിന് അത് മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാതെ നല്ല സാധനം. പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്കിന് ഇപ്പം അത് ആരും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് വിദേശികളാണ് കൂടുതലും നമ്മുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്ന വിദേശികളാണ്. അവർക്ക് ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും അതൊക്കെ കൂടുതലും അവർ ഇഷ്ടപ്പെടുന്നു. ജീവിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പം കൊറോണ വന്ന കാരണം ടൂറിസ്റ്റുകളും വരുന്നില്ല, വിദേശികളാരും വരുന്നില്ല. അങ്ങനെ ടൂറിസം മേഖല മൊത്തം തകർന്നു. എന്നെപ്പോലെ ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ ഓരോ തൊലി ചെയ്ത് ജീവിക്കുന്നവരെ എല്ലാം നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിനൊപ്പം താല്പര്യമുള്ളവരെ ഇത് പഠിപ്പിക്കുവാനും ഇദ്ദേഹം സമയം കണ്ടെത്തുന്നു. ഇടുക്കിയിലെ വിനോദസഞ്ചാര മേഖലയിൽ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിന് വലിയ തൊഴിൽ സാധ്യതയാണുള്ളതെന്ന് മോഹനൻ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് 18 നെടുങ്കണ്ടം. സല്യൂട്ട് ന്യൂസ് 18 കേരളത്തിൽ. നമ്മളിപ്പോൾ കണ്ടത് നമ്മുടെ ഈ ശത്രുരാജ്യത്തിൻ്റെ സൈനിക പോസ്റ്റ് രാത്രി പോയി ആക്രമിക്കുന്ന അതിൻ്റെ സീക്വൻസാണ്. ഭയങ്കര അത് നമ്മൾ അവിടെ നിന്ന് കാണണം. അയ്യോ, ഇവർ വരുന്നതും ഇവരുടെ റിയാക്ഷനും ഒക്കെ ഇതെല്ലാം രാത്രിയാണ്, എല്ലാം നൈറ്റാണ്, രാത്രി ഷൂട്ട് ചെയ്ത സ്ഥലം. അപ്പം എക്സ്പ്ലോഷനും ഒക്കെ ഉണ്ട്. ബോംബ് ഇങ്ങനെ ഇതേപോലുള്ള ഒരുപാട് കാഴ്ചകളാണ്. 1.5 മണിക്കൂർ പ്രോഗ്രാമാണ് നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത്. ഇതിനകത്ത് ഒരുപാട് കാഴ്ചകളുണ്ട്. ഇതുപോലെ ഈ അവരുടെ ക്ലോസ് റേഞ്ച് ഫയറിങ്, ദൂരെയുള്ള ഫയറിങ്, പിന്നെ ഈ ഒരാൾക്ക് യുദ്ധമൊത്ത് പരിക്കേറ്റ അയാൾക്ക് ചികിത്സ കൊടുക്കുന്നതൊക്കെയുള്ള അവർ സാധാരണ അവർ ചെയ്യുന്ന എന്തൊക്കെയാണോ അത് മുഴുവൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ രാത്രി 9 മണിക്കാണ് സല്യൂട്ട് എന്നുള്ള കാര്യം മറക്കേണ്ട. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകാൻ. നാടൻ പാട്ടിൽ വിസ്മയം തീർക്കുന്ന 60-കാരൻ കോട്ടവട്ടം തങ്കപ്പന് ഫോക്ലോർ അവാർഡ്. വൈകിയാണ് ഈ അംഗീകാരം എത്തുന്നതെങ്കിലും തങ്കപ്പനും കുടുംബവും മാത്രമല്ല, കോട്ടവട്ടം എന്ന കൊച്ചു ഗ്രാമമാകെ വലിയ സന്തോഷത്തിലാണ്. ഒന്നാം കണ്ടെത്തി തഴുക നിരത്തി തകതൈതോം പെയ്താരോ, ഒന്നാം കണ്ടെത്തി തഴുക നിരത്തി തകതൈതോം പെയ്താരോ, തഴുകപ്പുറമേ കേരളി പെണ്ണേ തകതൈതോം പെയ്താരോ, തഴുകപ്പുറമേ കേരളി പെണ്ണേ തകതൈതോം പെയ്താരോ. തങ്കപ്പന്റേത് വെറും നാടൻ പാട്ടല്ല, തനി നാടൻ പാട്ടാണ്. അത് പാടാൻ വേണ്ടി പാടി തുടങ്ങിയതുമല്ല. അപ്പനും അമ്മയും ഞാറ് നടുമ്പോൾ വയലിൻ വരമ്പത്തിരുന്ന് കേട്ട് പഠിച്ചതാണ് ഇന്നോളം പാടിയ പാട്ടുകൾ അത്രയും. അതുകൊണ്ട് അതിന് ചേറിന്റെ ഗന്ധവും വിയർപ്പിന്റെ ഉപ്പുരസവുമുണ്ട്. പതിറ്റാണ്ടുകളായി തങ്കപ്പന്റെ പാട്ട് കേട്ട നാടാണ്
കോട്ടവട്ടം എന്ന കൊച്ചു ഗ്രാമം. അവാർഡ് വൈകിയല്ലോ എന്ന് ആ നാട് പരിഭവം പറയുമ്പോഴും വൈകിയെത്തിയ അവാർഡിൽ അഭിമാനിക്കുന്നു, ഏറെ ആഹ്ലാദിക്കുന്നു. ഒപ്പം വിനയാന്വിതനായി തങ്കപ്പനും. പള്ളിക്കലപ്പന്റെ മോളെ കൊച്ചരിക്കാളി തകതിമിതാര, പള്ളിക്കലപ്പന്റെ മോളെ കൊച്ചരിക്കാളി തകതിമിതാര, ചില്ലറ മുടി വല്ലയവളെന്നെ മുടിച്ചു തകതിമിതാര, ചില്ലറ മുടി വല്ലയവളെന്നെ മുടിച്ചു തകതിമിതാര, അത്തിന്തോ തിന്താരോ തക തിന്തയിത്താര തകതിമിതാര, അത്തിന്തോ തിന്താരോ തക തിന്തയിത്താര തകതിമിതാര. വയൽവരമ്പിൽ നിന്ന് പാടി തുടങ്ങിയ തങ്കപ്പൻ വേദികളിലേക്കും ചുവടുവെച്ചു. പിന്നീട് അങ്ങോട്ട് മലയാള നാടാകെ നിരവധി വേദികളിൽ തങ്കപ്പന്റെ ചേറ്റുമണമുള്ള നാടൻപാട്ട് ആവേശമുയർത്തി. നാടൻപാട്ടിനൊപ്പം നൃത്ത സംവിധാനവുമായി കലോത്സവ വേദികളിലും തങ്കപ്പൻ നിറസാന്നിധ്യമായി. പരാധീനതകളിൽ നിന്നും പടുത്തുയർത്തിയ കലാഭവൻ എന്ന സംഘടനയ്ക്ക് ഓൾ ഇന്ത്യ റേഡിയോയിലും ദൂരദർശനിലും പരിപാടി അവതരിപ്പിക്കാൻ കഴിഞ്ഞു. വൈകിയെങ്കിലും തന്നെ തേടിയെത്തിയ അംഗീകാരത്തെ നിറഞ്ഞ മനസ്സോടെയാണ് സ്വീകരിക്കുന്നതെന്ന് തങ്കപ്പൻ പറയുന്നു. എൻ്റെ കലാജീവിതത്തിൽ ഒരിക്കലും മറക്കാനൊക്കാത്ത ഒരു അനുഭവമാണ് ഇപ്പോൾ കിട്ടിയത്. കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് 2019 അവാർഡ് പ്രഖ്യാപനം നടന്ന സമയത്ത് 111 പേർക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തു. അതിൽ കൊല്ലം ജില്ലയ്ക്ക് 2 പേർക്കേ ഉള്ളായിരുന്നു, ഒന്നെനിക്കാണ്. സസന്തോഷം. മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനാടി, ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനാടി. സംസ്ഥാനത്താകെ 111 കലാകാരന്മാരെ തെരഞ്ഞെടുത്ത കൂട്ടത്തിലാണ് 60കാരനായ കോട്ടവട്ടം തങ്കപ്പനും ഇടം പിടിച്ചത്. കോട്ടവട്ടം തങ്കപ്പൻ ഉൾപ്പെടെ 2 പേരാണ് കൊല്ലം ജില്ലയിൽ നിന്നും അവാർഡിന് അർഹരായത്. പൂപ്പടതുള്ളൽ എന്ന വിഭാഗത്തിലാണ് കോട്ടവട്ടം തങ്കപ്പൻ പരിഗണിക്കപ്പെട്ടത്. അക്കാദമി ചെയർമാൻ CJ കുട്ടപ്പൻ, സെക്രട്ടറി കീച്ചേരി രാഘവൻ, അജയകുമാർ എന്നിവരടങ്ങുന്ന ജഡ്ജിംഗ് പാനലാണ് അവാർഡിന് അർഹരായവരെ കണ്ടെത്തിയത്. പുരാണ കഥാപ്രസംഗം, ബാലെ, നൃത്തനൃത്യങ്ങൾ, പൂപ്പടതുള്ളൽ, കൂടിയാട്ടം, വേലകളി, കാക്കാരശ്ശി നാടകം തുടങ്ങിയ വിവിധ കലാരൂപങ്ങൾ തങ്കപ്പന്റെ നേതൃത്വത്തിലുള്ള സമിതി അവതരിപ്പിക്കുന്നുണ്ട്. അരകപ്പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിയുടെ മുൻപേ കാര്യങ്കാളി ഘോര പറിച്ചാട്ടെ തക തക താത്തിനം തകത്തെയ്താരോ തകതിനം തകത്തെയ്താരോ. നാടറിയുന്ന നാടൻ പാട്ടുകാരനായി തുടരുമ്പോഴും ഇപ്പോൾ ഫോക്ലോർ അവാർഡ് തേടിയെത്തുമ്പോഴും തങ്കപ്പന്റെ ജീവിത പരിസരം അത്രയൊന്നും വളർന്നിട്ടില്ല. മേലിലെ കോട്ടവട്ടത്ത് ഇപ്പോഴും 2 മുറി വീട് മാത്രം. ലഭിച്ച അവാർഡുകളും പ്രശസ്തിപത്രങ്ങളും നിരത്തിവെക്കാൻ പോലും ഇവിടെ ഇടമില്ല. ഇല്ലായ്മകൾക്കിടയിലും ഭാര്യയും 2 മക്കളും സഹോദരങ്ങളും സഹപ്രവർത്തകരുമാണ് തങ്കപ്പന്റെ ആത്മബലം. നാടൻ പാട്ട് പഠിക്കാൻ നിരവധി കുട്ടികൾ എത്തുന്നുണ്ടെങ്കിലും സ്ഥലപരിമിതിയാണ് പ്രധാന പ്രതിസന്ധി. ഈ 50 വർഷക്കാലമായിട്ടും ഞാൻ ഈ പ്രസ്ഥാനം കൊണ്ട് നടക്കുന്ന കേരള കലാഭവൻ നാടൻ കലാസം എന്ന ഈ പ്രസ്ഥാനം കൊണ്ട് നടന്നിട്ട് എനിക്കൊരു ഷെഡ് വയ്ക്കാൻ പോലും ഇവരാരും എന്നെ സഹായിച്ചിട്ടില്ല. വരും തലമുറയ്ക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് ഞാൻ എങ്ങനെ അവർക്ക് പ്രോത്സാഹനം കൊടുക്കും? ഒരു കോച്ചിങ് കൊടുക്കുന്നത് എൻ്റെ വീടിൻ്റെ ഒരു ഹാളിൽ വെച്ചാണ്. എല്ലാവർക്കും അറിയാം ഈ വീടിൻ്റെ സ്വച്ഛാവസ്ഥ എല്ലാവർക്കും അറിയാൻ സാധിക്കും. എനിക്ക് ദുഃഖമുണ്ട്. സർക്കാരോ സന്നദ്ധ സംഘടനകളോ തന്റെ ഉദ്യമത്തിന് കൈത്താങ്ങാകുമെന്ന പ്രതീക്ഷയിലാണ് തങ്കപ്പൻ. നാടൻ കലകളോടുള്ള അഭിനിവേശമാണ് ഇതിനായി ജീവിതം ഒഴിഞ്ഞുവെക്കാൻ പ്രചോദനമായത്. കലാഭവൻ മണിയോടൊപ്പം പാടാൻ കഴിഞ്ഞതും ചില സിനിമകളിൽ മുഖം കാണിച്ചതും മുതൽക്കൂട്ടായി കരുതുന്നു ഈ കലാകാരൻ. ഏത് നാടൻ കലാരൂപവും തങ്കപ്പന് അനായാസം വഴങ്ങും. അച്ഛനും അമ്മയുമാണ് ഗുരുക്കന്മാർ. സംഗീതമെന്നാൽ സ്വജീവിതത്തിൽ കേട്ടുവളർന്ന ഈണവും താളവും മാത്രമാണ് തങ്കപ്പന്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ കൂരയിൽ എല്ലാ സമയവും നാടൻ പാട്ട് നിറയും. ഇല്ലായ്മകളും വല്ലായ്മകളും വിട പറയും. ന്യൂസ് 18 പുനലൂർ. സംസ്ഥാന സർക്കാരിന്റെ ഉദ്യാന ശ്രേഷ്ഠ പുരസ്കാരം സുഗന്ധമായി നിറയുകയാണ് കൊല്ലം ഉമയനല്ലൂരിൽ. ഉമയനല്ലൂർ സ്വദേശിയായ ഷീജ എന്ന വീട്ടമ്മ ഒരു നാടിനാകെ അഭിമാനമായതാകട്ടെ ചെടികളെയും പൂക്കളെയും ജീവനുതുല്യം സ്നേഹിച്ചുകൊണ്ടും. കാരണം ഈ നല്ല വാർത്തയോടെ നമുക്ക് ഇന്നത്തെ ഗുഡ് മോർണിംഗ് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. രാവിലെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് വാർത്തകളുണ്ട്. പക്ഷേ രാത്രി 9 മണിക്ക് എല്ലാവരും കാത്തിരിക്കുന്ന സല്യൂട്ട് എന്ന പ്രത്യേക പരിപാടി റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ന്യൂസ് 18 കേരളം സംപ്രേഷണം ചെയ്യുകയാണ്. നമ്മുടെ നാടിൻ്റെ ധീര സൈനികരുടെ ഒരു ദിവസം അവരുടെ ജീവിതം മുഴുവൻ പകർത്തിക്കൊണ്ട് മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു ന്യൂസ് ചാനൽ ഒരു പട്ടാള ക്യാമ്പിലേക്ക് കടന്നു ചെല്ലുകയാണ്. അപ്പോൾ രാത്രി 9 മണി മറക്കണ്ട.
എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. താരും തളിരും വിടർന്നു നിൽക്കുന്ന ഉമയനല്ലൂർ പേരയം ഷിയാസ് മൻസിലിലേക്കാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഉദ്യാന ശ്രേഷ്ഠ അവാർഡ് എത്തിയത്. ചെടികളെ മനം നിറയെ സ്നേഹിക്കുന്ന വീട്ടമ്മയായ ഷീജയ്ക്കാണ് ഏറ്റവും മികച്ച പുഷ്പ കർഷകയ്ക്ക് കൃഷിവകുപ്പ് നൽകുന്ന അംഗീകാരം ലഭിച്ചത്. ലോകോത്തരമായ 180ഓളം വ്യത്യസ്ത ഇനങ്ങളിലെ 10,000-ലേറെ സസ്യങ്ങളുടെ കലവറയാണ് ഇവരുടെ ഗൃഹാങ്കണം. കുഞ്ഞു ചീര മുതൽ വലിയ ഫേണുകൾ വരെ സസ്യശേഖരത്തിലുണ്ട്. അലങ്കാര ചെടികളുടെയും പൂച്ചെടികളുടെയും വിസ്തൃതമായ പ്രപഞ്ചമാണിവിടം. വിദേശങ്ങളിൽ നിന്നും വൈവിധ്യമാർന്ന ജനുസിൽപ്പെട്ട സസ്യങ്ങൾ സംഘടിപ്പിക്കുക മാത്രമല്ല, അതിന്റെ പ്രജനനം നടത്താനുള്ള വിദ്യകൾ കൂടി ഷീജ സ്വായത്തമാക്കി. ഞാൻ കുറേ ചെടിയെ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് ഒരുപാട് ചെടികൾ മേടിക്കുമായിരുന്നു. ഏത് ചെടി കണ്ടാലും ഞാൻ മേടിക്കും. അങ്ങനെ ചെടികൾ കൂടി വന്നപ്പം അടുത്ത ഒരു ചെടി മേടിക്കാൻ വേണ്ടി നമ്മൾ ഇതിൽ നിന്ന് തൈകൾ പിരിച്ച് നമ്മൾ കൊടുക്കാൻ നോക്കി. അത് ആ ഒരു ഇതിലായപ്പോൾ ഒരുപാട് കസ്റ്റമർ വരാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ വിപണനമുള്ള നിലയിൽ ഒരു വീട്ടമ്മയ്ക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതായതുകൊണ്ടാണ് നമ്മൾ ഇതിലോട്ട് ഇറങ്ങി വന്നത്. ഇതിലിറങ്ങുമ്പോൾ നമുക്ക് തീർച്ചയായും ചെടികളോട് ഇഷ്ടം വേണം. എന്നാൽ മാത്രമേ നമുക്കത് വിജയകരമാക്കാൻ പറ്റൂ. നമ്മളവരെ ഇഷ്ടപ്പെട്ട് മക്കളെപ്പോലെ നോക്കിയാണ് വരുന്നത്. തായ്ലാന്റിൽ നിന്നാണ് കൂടുതൽ ജനുസുകൾ എത്തുന്നത്. അന്യസംസ്ഥാനത്തെ ചെടികളും നിരവധിയുണ്ട്. ഓർക്കിഡ്, സാമിയ, ആന്തൂറിയം, മണി പ്ലാന്റ്, സർക്കുലൻസ്, കാക്ടസ് വിഭാഗങ്ങളിലെ വിവിധ ഇനങ്ങൾ, ഹാങ്ങിങ് ചെടികൾ, അപൂർവമായ ബിഗോണിയയുടെ 140-ലേറെ ഇനങ്ങൾ, 25-ലേറെ തരം അഗ്നോണിമ, അങ്ങനെ സമ്പുഷ്ടമാണ് ഈ ഉദ്യാനം. തരംഗമാകുന്ന ഇൻഡോർ പ്ലാന്റുകൾ ഹരമായതോടെ വരുമാനത്തിലും വർധനയുണ്ടായതായി ഷീജ പറയുന്നു. നല്ലതുപോലെ വീടിനകം എങ്ങനെ അലങ്കരിക്കാൻ പറ്റുമെന്നാണ് ആളുകൾ നോക്കുന്നത്. ഇപ്പം അത് കാരണം നമുക്ക് 100 രൂപ മുതൽ 9,000, 10,000 രൂപ വരെയുള്ള ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് ഇവിടുന്ന് ലഭ്യമാണ്. അപ്പോൾ ഒരാൾ പൊക്കത്തിലുള്ള ഇൻഡോർ പ്ലാന്റ് വരെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വർണ്ണാഭമായ അലങ്കാര ചെടികൾ വിസ്മയം തീർക്കുന്ന പോട്ടുകളിലാകുമ്പോൾ ഏറെ ആകർഷകവുമാകും. വീടുകളുടെയും ഓഫീസുകളുടെയും അകത്തളങ്ങൾ ഇന്ന് വൈവിധ്യമാർന്ന അലങ്കാര ചെടികൾ കൊണ്ട് സമ്പന്നമാണ്. മണ്ണിൽ മുളയ്ക്കുന്ന ചെടികളിൽ നിന്നും ധനമുണ്ടാക്കാൻ മനസ്സ് മാത്രം പോരാ, അല്പം വിപണന രീതി കൂടി അറിയണമെന്ന് തെളിയിക്കുകയാണ് അവാർഡ് ജേതാവായ ഷീജ. ബിസിനസ്സുകാരനായ ഭർത്താവ് ഷിംലാജ്, മക്കളായ ഷിയാസ്, ഷാഹിദ്, ഷബീർ എന്നിവരുടെ പൂർണ്ണ സഹകരണത്തോടെയാണ് ഉമയനല്ലൂർ ഷിയാസ് മൻസിലിൽ ഉദ്യാന ശോഭ വിളങ്ങുന്നത്. ന്യൂസ് 18 കൊല്ലം.